കുരിശിൽ പിടയും നിൻ സ്വപ്നത്തിൻ തിരുജടം മടിയിലേക്ക് ഏറ്റുവാങ്ങി. കുരിശിൽ പിടയും നിൻ സ്വപ്നത്തിൻ തിരുജടം മടിയിലേക്ക് ഏറ്റുവാങ്ങി. ഒരു തുള്ളി കണ്ണീരാൽ തീർത്ഥം തളിച്ചു നിൻ കരളിൽ മറവു ചെയ്യാം, സ്വന്തം കരളിൽ മറവു ചെയ്യാം. കാറ്റും കടലും ഏറ്റുപാടും നിൻ പാട്ടിൻ നീരടികൾ, പാട്ടിൻ നീരടികൾ. ചിറകുമുളയ്ക്കാത്ത കൂടപ്പിറപ്പിനി ചിറകിലെ ചൂടു നൽകി. ചിറകുമുളയ്ക്കാത്ത കൂടപ്പിറപ്പിനി ചിറകിലെ ചൂടു നൽകി. തുണയായിരിക്കുമ്പോൾ പാടാൻ മറന്നുവോ ഇണയെ വിളിക്കും ഗാനം, നിന്റെ ഇണയെ വിളിക്കും ഗാനം. കാറ്റും കടലും ഏറ്റുപാടും നിൻ പാട്ടിൻ നീരടികൾ, പാട്ടിൻ നീരടികൾ. വേണ്ട അച്ഛാ. എന്താണാവോ മോന് വേണ്ടത്? അതാണ് പറഞ്ഞത്, അവന്റെ കാര്യം നോക്കാൻ. അത് വയ്യ. നീ എന്താ കുട്ടി, എന്താ വേണ്ട മോനെ? കരയണ്ട. ഓഹോ, ഒരു മിനിറ്റ് ഒറ്റയ്ക്ക് വയ്യാന്നോ? അച്ഛന് മരുന്നും കൊണ്ടുപോയതല്ലേ ചേച്ചി? കരയല്ലേ? നല്ല കുട്ടിയല്ലേ? ദാ ദാ നോക്ക്, വണ്ടി. കരയണ്ട കേട്ടോ. സുഖുവിന്റെ കാര്യം ആലോചിച്ചാൽ അത്ഭുതം തന്നെ. ഇത്ര മുതിർന്നിട്ടും ബുദ്ധി ഒരു തരിമ്പ് പോലും വളരാതെ. ആ വീട്ടിൽ ഇങ്ങനെ ഒരു പിറവി. ഏട്ടൻ എന്തിനിങ്ങനെ ഒരു ശിക്ഷ? നേരെ ആകുമായിരിക്കും. എന്തായാലും ഇത്തവണ നിങ്ങളുടെ കാര്യം നിശ്ചയിക്കണം. അതിന് എന്താണ്? സതി അവൾക്ക് പണ്ടേ സമ്മതം. എനിക്കറിയില്ലേ?
ഏറെ മായം അറിയേണ്ട നിങ്ങൾ. ഞാനും പെണ്ണായി തന്നെ പിറന്നതാണ്. അതല്ല. പിന്നെ ഒരു പിന്നെയുമില്ല. ഏട്ടന്റെ ഒരു സങ്കടം ആരാ അതറിയാൻ? നമ്മളല്ലാതെ. കഴിഞ്ഞില്ലേ? മോന് ഭയങ്കര ദുർവാശി. സാരല്ല, ചിലപ്പോ ഇങ്ങനെയാ. ഞാനേ അവന് വേണ്ടു. ദാ എന്റെ കഴിഞ്ഞു. തല ശരിക്ക് തോർത്തിയില്ല അല്ലേ? ഞാൻ അവനെ ഓർക്കിട്ട് വരാം. മോനെ ദാ വന്നു. ഔ, എന്താ വാശി? ആ, കരയുന്ന കുട്ടിക്കല്ലേ? ഞാൻ സുഗുനു പറ്റിയാണ് പറഞ്ഞത്. ഇനി ഞാനും രണ്ടാലൊന്ന് പറയൂ സതി. ഞാൻ എത്ര കാലം? ഞാൻ നിശ്ചയിച്ചു. എന്ത്? സുഗുനെ ഉപേക്ഷിച്ച് എനിക്ക് പോരാൻ പറ്റില്ല. ഉപേക്ഷിക്കാൻ ആര് പറയുന്നു? കൂടെ കൂട്ടാൻ ഒട്ടും പറ്റില്ല. അപ്പോ എന്നെ ഉപേക്ഷിക്കാം? ബുദ്ധിയുള്ളവർക്കല്ലേ അനിയേട്ടാ സങ്കടം മനസ്സിലാവൂ. ബുദ്ധിയുണ്ടെങ്കിൽ സങ്കടം ഒഴിവാക്കാനും കഴിയില്ലേ? ശരിയാവില്ല. ശരിയാക്കണം. വരുംകാലത്ത് അവൻ ആരുണ്ട്? ഞാൻ അവന്റെ കൂടെ കഴിയാം. അനിയേട്ടൻ. സതി, ഹലോ മൈ ഡിയർ ജില്ലാ കളക്ടർ. എപ്പോ വന്നു? കുറച്ചു മുമ്പ്. അമ്മ അകത്തുണ്ട്. അമ്മയ്ക്കും നിനക്കും? വിശേഷിച്ചൊന്നുമില്ല. ഇവിടെ 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 പഴയതൊക്കെ ഉണ്ട്, കൂടുതലായി ഒന്നുമില്ല. കമോൺ. ഉറങ്ങിയോ? ഉവ്വ. ഞാനൊരു കത്തയച്ചിരുന്നു. ഇന്ന് കിട്ടി.
കുട്ടികളുടെ കാര്യം ഇനിയും ഒരു പ്രസിദ്ധനായ ന്യൂറോളജിസ്റ്റ് വരാറുണ്ട് അവിടെ. ചിലപ്പോ ഭാഗ്യത്തിന് അത്ര ഭാഗ്യമുള്ളവരാണ് നമ്മളെങ്കിൽ എന്തിന് ഒരു പരീക്ഷണം കൂടി എന്ന നിലയിലെങ്കിലും കുളിക്കാൻ പോയേ ഉള്ളൂ അച്ഛൻ. ഉണ്ണാൻ വൈകും. ചായ വേണമെങ്കിൽ ഇന്നൊരു ദിവസം ഞാൻ അവനെ നോക്കാം. നീ ഒന്നുറങ്ങ. അവൻ സമ്മതിക്കില്ല. മിനിറ്റിന് 3 വട്ടം ട്രൗസർ നനയ്ക്കുകയും ചെയ്യും. അതിനെന്താ, നനഞ്ഞ ട്രൗസർ എത്ര കണ്ടതാ ഞാൻ. അവൻ പിണങ്ങിയ പിന്നെ എല്ലാവർക്കും ശിവരാത്രിയാവും. ഇങ്ങനെ ആയാ പാവം. അവന് കണ്ണിലെന്തോ ചാടി. എനിക്കറിയില്ലേ കുട്ടിയെ, എന്തോ ഒന്നുമല്ല. ദാ മോനെ കൊണ്ടുവരുന്നു. ശരി, കൊണ്ടുപോയി കാണിച്ചു നോക്കാം. ലാസ്റ്റ് വേർഡ് ന്യൂറോളജി എന്നാണ് എല്ലാരും. ആ, ഞാനും കേട്ടിട്ടുണ്ട്. നാളെ തന്നെ കൊണ്ടുപോയാലോ? ചൊവ്വാഴ്ചകളിലാണ് അദ്ദേഹം വരാറ്. ആ, അങ്ങനെ ആയിക്കോട്ടെ. എന്താ മോനെ, എന്ത് പറ്റി? ഇല്ല ഇല്ല, സാരില്ല സാരില്ല കേട്ടോ. ഒരാളെ കൂടി കാണിച്ചു നോക്കാവുന്ന അനൂപിന്റെ പക്ഷം. എന്തിനാണ് അച്ഛാ ഇനിയും വെറുതെ? അതെന്താ മോളെ അങ്ങനെ? അല്ലാതെ പിന്നെ അവന്റെ കൂടെ എക്കാലവും നീ ഇങ്ങനെ? അതെ അതെ, അത് പറ്റില്ല. ഒരുങ്ങ. ഒന്ന് തിരിച്ചു കിടത്തു. മോനെ, മോനെ ഡോക്ടറാണ്, ഒന്നും ചെയ്യില്ല. തിരിഞ്ഞു കിടക്കൂ, തിരിഞ്ഞു കിടക്കൂ മോനെ. ഗുഡ് ബൈ. ഹലോ ഹലോ, ഡോക്ടർ പത്മൻ. ഹലോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇദ്ദേഹമാണ് ഇവിടെയെല്ലാം സൗകര്യപ്പെടുത്താൻ. ഇത്രേ ഉള്ളൂ. മോൻ എന്തിനാ പേടി? കഴിഞ്ഞു, ഉടുപ്പിട് വെച്ചേക്ക്. മോനെ, മറ്റേ കാലം ഇതിലൂടെ ഇടൂ. ഞാനും ഒരു അച്ഛനാണ്, എനിക്കറിയാം. പക്ഷെ വെറുതെ ആശാരരുതല്ലോ. സാരമായ പുരോഗതി പ്രതീക്ഷിക്കാനില്ല. ഏതാണ്ട് പ്രായപൂർത്തിയുമായി. സ്വാഭാവികമായ മാറ്റങ്ങൾ പോലും ഇനി ഉണ്ടാവാനില്ല. ഇപ്പോഴുള്ള മരുന്നുകളെല്ലാം കൊടുക്കൂ. ആളെ നിയന്ത്രിക്കാൻ പ്രയാസം വരികയാണെങ്കിൽ കൊടുക്കാൻ ഒരു മരുന്ന് കൂടി കുറിച്ച് തരാം. ഒരു ട്രെയിൻഡ് മെയിൽ നേഴ്സിന്റെ സഹായം സ്ഥിരമായിട്ടുണ്ടാവുന്നതെന്ന്. അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ വന്നത്. എന്താ, അതല്ലേ നേരെ? നന്ദി ഡോക്ടർ. ഈ ബട്ടൺ എടുത്തേ. എന്റെ ചുമലിലെ ഭാരം കൂടിയിരിക്കുന്നുവെന്ന് എന്റെ ഹൃദയത്തിനും അറിയാം. ഫെയിലാവില്ല. ഇനി ഈ ഷർട്ടും കൂടി. അനൂപ്,
കുറച്ച് വെള്ളം എനിക്ക് കൂടി. ഞാൻ ആലോചിക്കായിരുന്നു, അവനെ ഒരു നല്ല നഴ്സിംഗ് ഹോമിലാക്കിയാലോ. അത് അല്ലാതെ എത്ര കാലം ഇങ്ങനെ? പിന്നെ വരും കാലത്ത് വീട്ടിൽ കിട്ടുന്ന ശുശ്രൂഷ വേറെ എവിടെയായാലും ശരിയാണ്. പക്ഷേ അതിന് അതെനിക്കറിയാം, അതും ശരിയല്ല. അതല്ല, അത് ശരിയാണ്, 100% ശരി. അപ്പോഴും സുഖുവിനെ നിങ്ങളുടെ കൂടെ നിർത്തിക്കൂടാ. ഇരിക്കെ. ഇത്തരക്കാരെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും നല്ലതും വിശ്വസിക്കാവുന്നതും ഏതാണെന്ന് അന്വേഷിക്കൂ. എന്തേ? അവരുടെ ബിൽ തുക പലിശയായി കിട്ടുന്ന ഒരു സംഖ്യ ബാങ്കിലിട്ടാൽ എത്ര കാലവും സതിക്കിത് ഇഷ്ടപ്പെടില്ല എന്ന് അല്ലേ? സാരമില്ല, പിൻപേ മസുരിച്ചോളും. എനിക്കെങ്കിലും വേണ്ടേ വിവേകം? സ്ഥലം അന്വേഷിച്ചോളൂ. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? സമയമുണ്ടല്ലോ. പറ്റില്ല. വിളക്ക് കൊളുത്തുന്നെങ്കിൽ അത് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ വേണം. ഇപ്പോൾ തന്നെ സാമാന്യം വൈകി, ഏതാണ്ട് ഇരുട്ടായി. സുഖുവിനെ ഒരു നല്ല നഴ്സിംഗ് ഹോമിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ച കാര്യം ഞാൻ അനൂപിനോട് പറയായിരുന്നു. വേറെ വഴിയില്ല. എന്തിനാണ് അച്ഛാ വേറെ വഴിയില്ലാത്തത്? ഒന്നിനും വേറെ വഴിയില്ല. ഉണ്ട്. എങ്ങനെ? ഇപ്പൊ എങ്ങനെയോ അങ്ങനെ. കാര്യങ്ങളെല്ലാം നിനക്കറിയാം ഇല്ലേ? എനിക്ക് സന്ധ്യയാകാറായി, ശരിയല്ലേ? കുറച്ചെങ്കിലും മനസമാധാനത്തോടെ കണ്ണടയ്ക്കാൻ നീ എന്നെ സഹായിക്കണം. ഞാനോ? ഞാൻ എന്ത് പിടിച്ചു വച്ചാ? നിനക്കെങ്കിലും ഒരു ജീവിതം വേണ്ടച്ചാ, ഇപ്പോൾ ഉള്ളത് മതി. ഇങ്ങനെയാണ് എനിക്ക് സന്തോഷം. നീ അവന്റെ കൂടപ്പിറപ്പ്, ശരി. ഞാൻ അവന്റെ അച്ഛനാണ്. ഇതാകട്ടെ ഒരു ആയുഷ്കാല പ്രശ്നവും. അവന്റെ ആദ്യവസാന ഉത്തരവാദിത്വം നിനക്കല്ല മോളെ, എനിക്കാണ്. തിരിച്ചും മറിച്ചും ഏറെ ആലോചിച്ചാണ് ഞാനിത് നിശ്ചയിച്ചത്. നിന്നെപ്പോലെ അനൂപും ഇതിനെതിരാണ്. എന്നാലും ഇതിൽ വിട്ടുവീഴ്ച വയ്യ. സുഖുവിന് പാർപ്പിക്കുന്നിടത്ത് എനിക്കും കൂടി ഒരു മുറി. സതി, അവനെങ്ങും കൊണ്ടുപോരുന്നച്ച. അവനെ കാണാതെ എനിക്ക് വയ്യ. ഞാൻ മരിച്ചു പോവും.
മോളെ, ഞാൻ ഞാൻ ആരാ? ഞാനാ. എന്താ? ആ സമയത്ത് എന്തോ ശബ്ദം കേട്ട പോലെ. ഞാൻ വെറുതെ ഉറങ്ങിക്കോളൂ. ആ, ഞാൻ താഴേക്ക് വരുമായിരുന്നല്ലോ. ഇവിടെ അടുത്ത് എവിടെയാണ് അമ്പലം? അടുത്തില്ല, കുറച്ച് പോണം. അവൻ ഉണരും മുമ്പ് പോയി വരണം. എങ്കിലും ഞാൻ കൊണ്ടുപോവാ. വേണ്ട, കുളിക്കാതെ. ഇന്നലെ വൈകുന്നേരം കുളിച്ച പിന്നെ ഒരു മഹാഭാവവും. എനിക്കും നടത്താനുണ്ട് ഒരു പ്രാർത്ഥന. എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടാവണേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഓഹോ, ഞങ്ങൾക്കെല്ലാവർക്കും ഇപ്പോഴുള്ള ബുദ്ധി അത്ര ചീത്തയാണോ? വേണ്ടത്ര ദയ അച്ഛന് പോലും. സതി, അല്ലെങ്കിൽ അവനെ വേറെയാക്കാൻ വേണ്ടത് ചെയ്യണ്ടേ? എന്താണ് വേണ്ടത്? വേണ്ടതെന്തോ അത്. അതെന്താണെന്ന് നേരെ ചൊവ്വേ ആലോചിച്ചാൽ അറിയാം. അറിയാം, എല്ലാരെയും എനിക്കറിയാം, ശരിയായി അറിയാം. സ്വാർത്ഥം, സ്വന്തം കാര്യം, സ്വന്തം സുഖം, അത് ഒക്കാതിരുന്നാൽ ഒന്നിനും മടിക്കില്ല. സതി, സതി, മതി മതി. മരിച്ചുപോയ അമ്മ ഓർത്തെങ്കിലും. സതി, നീ അമ്പലത്തിൽ പോയിട്ട് ഇത്ര വേഗം വന്നോ? ഞാൻ എങ്ങും പോയില്ല. നിന്നെ ഞാനിത് പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്നാലും അവൾ എന്താണ് പറയുന്നതെന്ന് അവൾക്കറിയില്ല. അതിൽ അത്ഭുതവുമില്ല. അവൾ ഉള്ളു തുറന്നൊന്ന് ചിരിച്ചിട്ട് കാലം വളരെയായി. വായിക്കാറില്ല, പാടാറില്ല, പാട്ട് കേൾക്കാറില്ല, കൂട്ടുകൂടാറില്ല, പുറത്തിറങ്ങലേ ഇല്ല. കുറച്ചിടെയായിട്ട് അമ്പലത്തിൽ പോലും പോകാറില്ല. സത്യത്തിൽ തെറ്റെൻ്റേതാണ്. അവനെ പണ്ടേ വേർപെടുത്തേണ്ടതായിരുന്നു. അസുഖം മാറിക്കിട്ടുമല്ലോ എന്ന് തോന്നി. വന്ന് പോട്ടെ. സുഖുവിനല്ലേ ഒന്നും അറിയാനും ആലോചിക്കാനും കഴിയാതെയുള്ളൂ. നിനക്കെല്ലാ കഴിവുകളും ഉണ്ടല്ലോ, ക്ഷമിക്കാനും. അത് മതി. യു നോ, വേർ there is a will, there is a way.
വേറൊരു വഴിയുമില്ല. എന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ആ, നീയും വന്നോ നടക്കാൻ? നന്നായി, കൂട്ടായല്ലോ. ഞാനും നടക്കാറുണ്ട്, ചിലപ്പോൾ രാവിലെ. അല്ലാതെ എൻ്റെ ഹൃദയത്തെ ഓർത്ത് പരിഭ്രമിച്ചു വന്നതല്ല. നടക്കുന്നവർ മണ്ടന്മാർ, ഒഴുകുന്നവർ ഭാഗ്യവാന്മാർ. നീ ഇത് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ലുക്സ് ഗുഡ്, പക്ഷേ ബാലൻസ് വേണം. അതെ, ബാലൻസ് ആണ് എവിടെയും പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് ദി കറേജ് ടു ഗോ, ദ വിൽ, ദാറ്റ് ഈസ്. എന്തേ? ഈ കറണ്ട് വന്നേ പിന്നെ എത്ര ജീവജാലങ്ങളാ. ശരിയാണ്. ഇവിടെ മാർക്കറ്റ് ഒന്നുമില്ലേ? കടകൾ തുറക്കാൻ ഇനിയും വൈകും. എന്തു വാങ്ങാനാ? ഞാൻ പിന്നീട് വാങ്ങിക്കൊണ്ടുവന്നാൽ മതിയെങ്കിൽ. 1, കാപ്പി കുടിക്കണം. 2, പുതിയ വിധിന്യായങ്ങളുടെ ഒരു സമാഹാരം ഇറങ്ങിയിട്ടുണ്ട്, ഒരു കോപ്പി വാങ്ങണം. 3, വെളിച്ചത്തിൻ്റെ കുറവ് നികത്താൻ ഒരു ടേബിൾ ലാമ്പ്. 4, മോന് ചോക്ലേറ്റ്. എനിക്കില്ലേ? Frankly, you can't get sweeter. So very sweet already. പുസ്തകവും ടേബിൾ ലാമ്പും എല്ലാം പിന്നീട് വാങ്ങിയാൽ പോരെ? എന്ത് കാര്യവും പിന്നേക്ക് മാറ്റുന്നത് മണ്ടത്തരമാണ്. പരിഹാരം കാണാൻ തൻ്റെ ഇടമില്ലാത്തവരുടെ പ്രശ്നങ്ങൾ പർവ്വതങ്ങളായി മാറുന്നു. വണ്ടി നിർത്തു. പൊക്കോളൂ, പോകാം. ശ്മശാനത്തിലേക്ക് അധികമില്ല വഴി, അല്ലേ? ഇല്ല. ഒരു പ്രായം കഴിഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. മരിച്ചു കിടക്കുമ്പോൾ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും വേഗം നാട്ടിലെത്തണം. വന്നില്ലേ? കുറച്ച് ദിവസം. ആ, ഒരു 4 ദിവസം, അത് മതി. ഞാൻ സഹായിക്കണോ? അവൻ ഉണർന്നോ? ഇല്ല. ഇന്നവൻ നല്ല ശീലത്തിലല്ല. ഇടഞ്ഞാലോ എന്നാണ് എൻ്റെ പേടി. നീ തനിച്ച് പിടിച്ചാലൊന്നും ഇനിയും. ഏയ്, എന്നോട് ഇടയില്ല. നല്ല ശേഷിയുള്ള ആരെയെങ്കിലും ഒരു സഹായത്തിന് കിട്ടിയാൽ നന്നായിരുന്നു. ഇക്കാലത്ത് ആരെ എങ്ങനെ വിശ്വസിക്കാനാ? ശരിയാണ്. പക്ഷേ നിന്റെ കാര്യങ്ങള്. എൻ്റെ എന്ന് ഒരു കാര്യവും ഇനിയില്ല.
ഇത് കണ്ടോ, ചോക്ലേറ്റ്. എന്താ പ്രാതൽ പോലും കഴിക്കാതെ? എന്ത് പ്രാതൽ? വിശപ്പ് ആരറിയുന്നു? എന്ത് നല്ല പട്ടണം, എല്ലാ സൗകര്യങ്ങളും. എത്ര നല്ല പ്രഭാതം. ഇത് മോന്. പതിവില്ലാതെ നിനക്കും തിന്നാം. സമയായില്ലേ? ആയി. വിളമ്പട്ടെ? ഊണോ? വേണ്ട, ആയില്ല. ആ വിളക്ക് ശരിയല്ല അല്ലേ? എല്ലാ സാധനങ്ങളും ഇപ്പൊ ഇങ്ങനെയാ. ബുദ്ധിമുട്ടണ്ട, അനു മാറ്റി വാങ്ങിക്കൊള്ളൂ. ഊണ് വേണ്ട, കുറച്ച് ജീരവെള്ളം മതി. ഏകാദശിയും ഭാവവും ഒന്നും ആയില്ലല്ലോ. ശനിയാഴ്ചയല്ല. വയറിനെന്തോ വല്ലാതെ. ഇല്ല മോളെ, ഇല്ല. നിന്റെ സമ്മതത്തോടെ അല്ലാതെ ഒന്നും നടക്കില്ല. ഞാൻ നിനക്ക് ഉറപ്പ് തരാം. അനൂപല്ലേ? വാ. ഞാനെന്നാ ഓഫീസിലേക്ക്? ശരി ശരി, ജോലിയൊന്നും മുടക്കി ഓടി വരണ്ട. എനിക്ക് ഈ പുസ്തകം മതി 4 ദിവസം കഴിയാൻ. ആ പിന്നെ ഇഷ്ടം കൊണ്ട് കഷ്ടമാക്കരുതെന്ന് ഇവളോട് പറയായിരുന്നു ഞാൻ. നിന്നോടുണ്ടായ ഇവളുടെ ഇന്നത്തെ പ്രഭാത ഭേരി. ഇല്ലല്ലോ, ഒന്നും ഉണ്ടായില്ല. മോന് എന്താണാവോ? എന്താ മോനെ, വേദനയാണോ? എവിടെ? വയറ്റിലോ? കരയണ്ട ട്ടോ, തലോടി തരാം. ഡോക്ടറെ ഒന്ന് വിളിക്കാൻ അനുവിനോട് പറഞ്ഞാലോ? വേദനയല്ലേ? ഇതെന്താണ് മോനെ? ഡോക്ടർ പത്മൻ പ്ലീസ്. ആ പത്മൻ, അനൂപ്. സുഖുവിനെന്തോ? ഉവ്വ്, ഞാൻ ഇറങ്ങാറായി. ഓക്കെ, താങ്ക് യു. നോ പ്രോബ്ലം, വിശേഷിച്ചൊന്നുമില്ല. ഇങ്ങനെ പതിവില്ല. പേടിച്ചതോ മറ്റോ ആണ്. ഉറങ്ങിയാൽ സുഖപ്പെടും. ഒരു ഡോസ് മരുന്ന് കൊടുത്തേക്കാം, ജസ്റ്റ് ഇൻ കേസ്. നന്നായി ഉറങ്ങട്ടെ. ചായ മറ്റോ? ഇപ്പൊ ഒന്നും വേണ്ട. പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ല. ഡു ഐ ലുക്ക് സിക്ക്? നോ, നോട്ട് അറ്റ് ഓൾ. ആ, എന്തായി? ഉറങ്ങിയോ? ഉവ്വ്. സ്ഥലം മാറിയതുകൊണ്ടോ മറ്റോ ആയിരിക്കും. എന്ത് മരുന്നാണാവോ? അത് കൊടുത്തോണ്ട് ഉറങ്ങി. ഇനിയുണ്ടോ അത്? ഇല്ല, 2 ഗുളികയെ കൊടുത്തയച്ചുള്ളൂ. ഈ മരുന്നിന്റെ പേരറിയാമോ? അറിയില്ല.
ഉറങ്ങി. ഓ, നന്നായി. ഞാൻ കുളിച്ചു വരുവോളം ഒന്ന് ചെവി ഓർക്കണം. ശരി. എന്താ എന്താ മോളെ? എന്ത് പറ്റി മോളെ? മോളെ സതി, മോളെ സതി, സതി, മോളെ സതി, മോളെ മോളെ സുഖം എന്ത് പറ്റിയമ്മേ? കുഴപ്പമില്ല, ഇമോഷണൽ ഷോക്കാണെന്ന് തോന്നുന്നു. നോ പ്രോബ്ലം, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ആ ബോഡി എടുക്കുമ്പോൾ ഇനിയൊരു ഷോക്ക് കൂടി ഉണ്ടായാലോ? അവൾക്കെങ്ങനെ? ഉറങ്ങാണ്. ഉണർന്നതേയില്ല? ഉവ്വ്, പക്ഷേ പരിസരബോധം തീർത്തും. അല്പം ഒരു മരവിപ്പ്, ഒന്നും പറയുന്നുമില്ല. ആ, അതിനാണോ പ്രയാസം? എന്നെ കണ്ടാൽ എല്ലാം ശരിയായിക്കോളും. വല്ലതും കഴിച്ചോ അവള്? തളർച്ച? ഗ്ലൂക്കോസ് കൊടുക്കുന്നുണ്ട്, കാര്യമായ തളർച്ചയില്ല. ഷോക്കിന് കാരണമായ സംഭവവുമായി കരഞ്ഞോ മറ്റോ ഒന്ന് പൊരുത്തപ്പെട്ട് കിട്ടിയാൽ. കരയിക്കാനാണോ പ്രയാസം? അത് നന്നായി. എങ്കിലിനി ചികിത്സ ഞാനാകാം. അവൾക്ക് തീരെ മനഃശക്തിയില്ല. എൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വെറും മാന്തളിര്. സതീദേവി എങ്ങനെയിരിക്കുന്നു? മോളെ 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 എന്താ എന്താ മോളെ? ശരി മോളെ, എണീക്ക് മോളെ. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. അതെ,
മോളെ 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 ഷീ സതി, ഈസ് ഓൾ റൈറ്റ്, ഡോണ്ട് വറി. അല്ല ഈ സൂചി അമ്മ നഴ്സ്, അമ്മ. ടച്ച് ഇറ്റ് പ്ലീസ്. ചേട്ടാ ബി സെൻസിബിളൈസേ, എല്ലാം ശരിയാവുന്നേ. എങ്ങനെ ശരിയാവാൻ? ലുക്ക്, ആസ്പത്രിയിൽ ഇപ്പോൾ ഇനി ഒരു കിടക്കയും ഒഴിവില്ല. ഇപ്പോ അമ്മാവനും ഐ ടെൽ യു, ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഹിസ് ഹാർട്ട്. ഉറക്കമുണരുമ്പോ നോർമൽ ആയിരിക്കും, ഷുവർ. ബട്ട് ഷീ ഹാസ് എ പ്രോബ്ലം, ഐ അഡ്മിറ്റ്. ബട്ട് ഡോക്ടർ ഐസക് ഇസ് എ ഗുഡ് സൈക്കാട്രിസ്റ്റ്, യു നോ. സതിയുടെ തെറ്റായ ധാരണ ഇയാൾ പട്ടിണി കിടന്നാൽ മാറി കിട്ടുമോ? ഇതാ, ഇതെങ്കിലും കുടിക്കാൻ. വെറുതെ ഉറക്ക ഗുളികളുടെ വില ഇനിയും കൂട്ടരുത്. ഞാൻ സത്യത്തിൽ തെറ്റുകാരനാണോ എന്ന് പത്മൻ ചോദിക്കുന്നേ ഇല്ലല്ലോ. അല്ലെന്ന് എനിക്കറിയാം. ഇനി അഥവാ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, മാപ്പാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നമോ യാഥാർത്ഥ്യം എന്ത് എന്നതല്ലാതാനും. ഇല്ല, ഞാൻ സ്വപ്നത്തിൽ പോലും. മൈൻഡ് യു, ഇതൊരു പൊതുസ്ഥലമാണ്. അനൂപ് ഇവിടുത്തെ കളക്ടറുമാണ്. വേക്കപ്പ്, സ്മൈൽ ആൻഡ് ഈറ്റ്. നോ പ്രോബ്ലം. വെൻ ഐ സേ നോ പ്രോബ്ലം, ഐ മീൻ നോ പ്രോബ്ലം. ബെറർ. ചുരുക്കി പറഞ്ഞ ദൈവമൊന്നൊന്നില്ലാതായോ? അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് ഏട്ടനെ. ഒരു കൊലക്കുറ്റത്തിന് വിധി പറയണമെങ്കിൽ 3 ദിവസത്തെ ഉപവാസം വേണം. പറഞ്ഞിട്ടെന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ ഡോക്ടർ ഐസ്. ഹലോ. ഡോക്ടറാണല്ലേ? എനിക്ക് മനസ്സിലായില്ല. നിന്റെ സുഹൃത്താണെന്നേ എന്നോട് പറഞ്ഞുള്ളൂ. ജസ്റ്റിസിന് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഉണർന്നെങ്കിൽ ഞാനൊന്ന് കണ്ടേക്കാം അദ്ദേഹത്തെ കൂടി. ഞാൻ കൂടി നോക്കിയിട്ട് വരാമേ. പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു. ജസ്റ്റിസ് മേനോൻ. ഹലോ. ഡോക്ടർ ഐസക് തോമസ്, സൈക്കാട്രിസ്റ്റ് ആണ്. സൈക്യാട്രിസ്റ്റ്? പ്ലീസ് ടു മീറ്റ് യു. സതിയുടെ മനസ്സിൽ നോ നോ. യു മീൻ? നോ, നത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്. അനിയനെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമം നടക്കുന്നതായി സതിക്ക് സംശയമുള്ള സാഹചര്യത്തിലാണ് സുഗു മരിക്കുന്നത്. ഓ, ശരിയാണ്. ഞാൻ സതിയെ കണ്ടു. സതി ഒന്നും പറയുന്നില്ല. എങ്കിലും പെരുമാറ്റത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. സുഗുവിന്റെ മരണത്തിന് അനൂപാണ് ഉത്തരവാദി എന്ന് സതി വിശ്വസിക്കുന്നു. വിഡ്ഢി, പമ്പര വിഡ്ഢി. സതിക്ക് അനൂപിനോടുള്ള സ്നേഹമത്രയും ഭയമായും വെറുപ്പായും മാറിയിട്ടുമുണ്ട്. ശരിയായി ആലോചിക്കാൻ കഴിയാത്തത് ബുദ്ധിശൂന്യത തന്നെ. 2 1 3 ആണെങ്കിൽ 3-ൽ നിന്നൊന്ന് പോയാൽ അനു നിരപരാധിയാണെന്ന് ഞാൻ പറയാം അവളോട്. അവൾ വിശ്വസിക്കും. മരിച്ചതല്ല കൊന്നതാണെന്ന് അവൾ ശഠിക്കുന്നെങ്കിൽ കൊന്നത് ഞാനാണെന്നും പറയാം. ജസ്റ്റ് എ മൊമെന്റ്. ഇപ്പോൾ അച്ഛൻ എന്നൊരു അത്താണിയെങ്കിലും സതിയുടെ മനസ്സിന് താങ്ങായി ഉണ്ട്. ഇങ്ങനെ ചിലത് പറഞ്ഞ് അതുകൂടി കളയണോ? അനൂപിനെ രക്ഷിക്കാൻ താങ്കൾ കള്ളം പറയുകയാണെന്ന് സതി മനസ്സിലാക്കും. അപ്പോ ഒരു മാർഗവും? വിവേകമുള്ള ആളുകൾ ഇങ്ങനെ വേവലാതിപ്പെട്ടാലോ? വിവേകം, അത് തന്നെയാണ് പ്രധാനം. പക്ഷേ
അങ്ങ് സതിയുടെ കൂടെ ആസ്പത്രിയിൽ നിൽക്കൂ. അങ്ങയുടെ സാമീപ്യം സതിക്ക് ഗുണം ചെയ്യും. പക്ഷേ സതിയോട് ഇങ്ങനെയൊന്നും ശരിയാണ്. അല്ലെങ്കിലേ സുഖമില്ലാത്തതാണ് ഏട്ടന്. അവിടെ തനിച്ച് അഥവാ കൂടുതൽ അസുഖം വല്ലതും വരികയാണെങ്കിൽ തന്നെ ആസ്പത്രിയിലായിരിക്കുന്നതല്ലേ അമ്മേ നല്ലത്. അമ്മ കുളിച്ചു വല്ലതും കഴിക്കൂ. വൈകുന്നേരം അമ്മയെ തിരികെ കൊണ്ടുപോയി അമ്മാവനെ വീട്ടിലേക്ക് കൊണ്ടുവരാം, പോരെ? ഒരു വിധത്തിൽ ആലോചിച്ച സുഖു അവൾക്കൊരു വലിയ ഭാരം തന്നെയായിരുന്നു. എന്നാലും ഇത്ര പെട്ടെന്ന് മോനെ, അമ്മ ഒന്ന് ചോദിക്കട്ടെ? അമ്മ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. സതിയുടെ ഭ്രാന്തിൽ കാമ്പുണ്ടോന്ന് അമ്മ സംശയിക്കുന്നു. ഇല്ലമ്മേ, തരിമ്പുമില്ല. ദൈവം കാത്തു. പ്രായച്ചെറുപ്പം കൊണ്ട് വല്ല അബദ്ധവും തോന്നിയോ ഈശ്വര എന്ന്? എന്തേ? അമ്മയ്ക്ക് പോലും സംശയം തോന്നി. അപ്പോ ഇല്ല, അത്ഭുതമില്ല. പാവം പെൺകുട്ടി. ഭഗവാനെ, സത്യസ്വരൂപ. അങ്ങനെയല്ല, അവൻ ഒരിക്കലും. അച്ഛാ, എന്തിനിയും നിർദോഷികളെ ആരെങ്കിലും സംശയിച്ചേ തീരുവെങ്കിൽ എന്നെ സംശയിക്കരുതോ? നിങ്ങളുടെ ഒക്കെ നന്മയ്ക്കായി ഞാനായിക്കൂടെ? അല്ല അല്ല അല്ല, ഇതോടെ എല്ലാ സംശയങ്ങളും തീർന്നു. പാവച്ചൻ. ദുഷ്ടൻ. എന്തു പറ്റി? വേണ്ടാത്തതൊന്നും വിചാരിക്കരുതെന്ന് ഞാൻ സംശയിക്കുന്നെങ്കിൽ. ഒന്നുമില്ല, ഒന്നും ഉണ്ടായില്ല. എനിക്ക് സുഖമായി. വെരി ഗുഡ്. അച്ഛൻ വീട്ടിൽ പോയി അല്പം വിശ്രമിക്കട്ടെ. സുഖമില്ലാത്ത ആളല്ലേ? കൂട്ടിന് അമ്മ വരും. ആരും വേണ്ട. കൂട്ടുവേണ്ടത് അവർക്കാണെങ്കിലോ? വിരോധമില്ലല്ലോ.
ഇനിയും തീർന്നില്ലേ? ഇല്ല, തീർക്കാൻ വലിയ പ്രയാസം. ലാൻഡ്സ്കേപ്പ് ആണല്ലോ പതിവ്. ഇത് ഇനി ആബ്സ്ട്രാക്റ്റ് ഒന്ന് നോക്കട്ടെ. മുഖമാകെ. അതെ, മുഖം ഒന്ന് ശരിയായി കിട്ടണം. പക്ഷേ വൃത്തം വരച്ചിട്ട് ശരിയാകുന്നില്ല. പെർഫെക്റ്റ് സർക്കിൾ, സ്വപ്നം കാണുന്ന ഒരു മുഖം. ഇതൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കി. വെറുതെ ഇരിക്കാൻ പ്രയാസം. എന്തേ, വൃത്തിയായില്ല അല്ലേ? സാരമില്ല, ഒന്നുകൂടി ശ്രമിക്കാം. എനിക്കും തോന്നി വേണ്ടാത്ത സംശയം. നേരിട്ട് ചോദിച്ചപ്പോ മോളെ സതി സതി ഉണ്ണുന്നില്ലേ? മോളെ എങ്ങോട്ടാ പോണേ? ഉറക്കപ്പച്ചി വല്ലയിടത്തും തടഞ്ഞു വീണ? സമനില തെറ്റിയ പോലെ. ഏതോ കോടതിയിലാണെന്ന മട്ടിൽ നിർത്താതെ വാദിക്കുന്നു. ശബ്ദമില്ലാതെ ആണെന്നേ ഉള്ളൂ. രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. എന്തോ എഴുതുകയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ. അല്ല, കാർ ഓടുമ്പോ വാതിലെങ്ങാൻ തുറക്കാനോ പറ്റോ തോന്നിയാൽ? ഓക്കെ. അമ്മാവ, 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 അമ്മാവ. വരൂ അമ്മാവ. അമ്മാവ, അമ്മാവ. ഈ അസുഖം താൽക്കാലികമാണെന്ന് തോന്നുന്നു. നമുക്ക് ഡോക്ടർ ഐസക് തോമസിനോട് സംസാരിക്കാം. ഏതായാലും സങ്കടത്തിന്റെ അണക്കെട്ട് പൊട്ടിയത് ഇത്തരത്തിലായത് നന്നായി. ജസ്റ്റിസിന്റെ ഹൃദയം രക്ഷപ്പെട്ടു. എല്ലാം തികഞ്ഞു. Oh no. Let us face it. Come on.
അമ്മാവന് ബുദ്ധിസ്ഥിരത ഇല്ലാത്ത പോലെ. എന്നിട്ട് എവിടെ? അപ്പുറത്തൊരു മുറി ഉറങ്ങാൻ മരുന്ന് കൊടുത്തിരിക്കുക. തൽക്കാലം സതി അറിയിക്കണ്ട. ജഗദംബികെ, മഹാമായെ, നേര് പറ, എത്രത്തോളം ഉണ്ട്? ഒരു ചെറിയ അച്ഛൻ വന്നില്ലല്ലോ. അച്ഛൻ വന്നില്ല. എന്തേ? എനിക്ക് വീട്ടിൽ പോണം. ശരി, ഏട്ടൻ വന്നോട്ടെ. പ്രായം അനുകൂലമല്ല. ഉറങ്ങി ഉണരുമ്പോഴും വലിയ മാറ്റമൊന്നുമില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക്. ആശിക്കാൻ കാര്യമായ വഴിയില്ലെന്ന് അല്ലേ? സതി, അതും തെറ്റായ ധാരണ ബോധമനസ്സിൽ തന്നെയാണ്. ഒരളവിൽ കവിഞ്ഞ് ഇടപെടാൻ വിഷമമുണ്ട്. ഡോക്ടർ, തുറന്നു പറഞ്ഞതിന് നന്ദി. ഐ എം സോറി. സാർ, 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 സെയിം കണ്ടീഷൻ ഡോക്ടർ. സുഖമില്ലേ? പിന്നെ ഇല്ലാതെ. അതാണല്ലോ വേണ്ടത്. ഇതാണല്ലേ വേണ്ടത്? ദുഷ്ടൻ. മോളെ, പോവാനോ? അമ്മ മാറും. വായി തോന്നുന്നു വിളിച്ചു പറയുന്നോ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ചെയ്തത് എന്താണെന്നോ ഞാൻ പറയാം. മുഖത്ത് നോക്കി തന്നെ പറയാം. പറയാൻ. അനു, പോ പുറത്ത്. മോളെ, ആര് ജയിച്ചാലും ഞാൻ ജയിച്ചു, ആര് തോറ്റാലും ഞാൻ തോറ്റു. വേണ്ട, ഉറങ്ങട്ടെ. വാതിലെന്താ അടച്ചിട്ടത്? ഒട്ടും ഭേദമായില്ലേ? ആയില്ല. മനസ്സുഷ്ണിച്ചതേ ഉള്ളുവെങ്കിൽ ഇനിയും സുഖപ്പെടാത്ത എന്താ? അല്ല, എന്താണ്?
മോളല്ലേ? സതി എങ്ങോട്ടാണാവോ? സതി മോളെ, കർത്താവേ മോളെ സതി, വിവരക്കേടും കാണിക്കാവോ? സതി നിക്ക് മോളെ. ബുദ്ധിസ്ഥിരത ഇല്ലാതായി കിടക്കുന്ന നിന്റെ അച്ഛനെ ഓർത്തെങ്കിലും. അച്ഛൻ അച്ഛൻ എന്തു പറ്റി? ഡോക്ടർ പത്മൻ റിക്വസ്റ്റ് യു ടു കം ഓവർ സർ. ആർക്കും അപകടമൊന്നുമില്ലെന്ന് പറയാനും പറഞ്ഞു. മോളെ അച്ഛൻ എവിടെ? എന്താ മോളെ ഇത്? രാവിലെ കാണും. പറ്റില്ല, അവിടെ കിടക്കും. ജസ്റ്റ് എ മിനിറ്റ് പ്ലീസ്. പറയൂ സൈദേവി, എന്ത് വേണം? എവിടെ എന്റെ അച്ഛൻ? അത്രേ ഉള്ളോ കാര്യം? നോ പ്രോബ്ലം, വരൂ കാണിച്ചു തരാം. അച്ഛന് സുഖമില്ല സതീദേവി. ഞങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ശരി, ഇനി വരൂ. സ്വന്തം മുറിയിലേക്ക് പോവല്ലേ? ഇനി എന്റെ മുറി ഇതാണ്. സതീദേവിക്ക് ഇപ്പോഴും നല്ല സുഖമില്ല. വരൂ. ഇല്ല, എനിക്കിപ്പോ അസുഖമൊന്നുമില്ല. അത് നിശ്ചയിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ലേ നല്ലത്? അതെ അതെ, ഒരു ഡോക്ടർ പോലും. നിങ്ങൾക്കെല്ലാം വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. അത് നടക്കില്ല. കുട്ടി വേണ്ട മോളെ. അച്ഛാ മതി ആംഗ്യം കാട്ടൽ. അച്ഛാ. എന്നിട്ട് ഇവിടെ കഴിയാനാണോ തീരുമാനിച്ചത്? അല്ല, ഞങ്ങൾക്ക് നാളെ തന്നെ വീട്ടിൽ പോണം. പക്ഷെ അച്ഛന് ഇങ്ങനെയൊക്കെ ചികിത്സിച്ചത് പോരല്ലേ? എന്നാ ഞാൻ തീരുമാനിക്കുന്നു, മതി. വഴക്കുണ്ടാക്കേണ്ടിയിരുന്നില്ല സതിയുമായി. ഞാൻ സഹിക്കാൻ കഴിയാതെ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇറ്റ്സ് ഓക്കെ. ആത്മഹത്യ ഒരുതരം പകപോക്കൽ കൂടിയാണ്, സ്നേഹിക്കുന്നവരോടുള്ള പകപോക്കൽ. ഇനിയും വല്ല അവിവേകവും ഇല്ല. കാരണം അനിയന്റെ സ്ഥാനത്ത് ഇപ്പോൾ അച്ഛനുണ്ട്. വീട്ടിൽ പോകണമെന്നാണ് ശാഠ്യം. ഈ സ്ഥാപനത്തെക്കുറിച്ചെന്നല്ല, നമ്മെ എല്ലാവരെയും തന്നെ സതിക്ക് വിശ്വാസക്കുറവുള്ള സ്ഥിതിക്ക് ഇവിടെ തുടരുന്നതല്ല നല്ലത്. നാളെ നാട്ടിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ ഒരു സംശയവുമില്ല, ജനിച്ചു വളർന്ന അന്തരീക്ഷമായിരിക്കും ജസ്റ്റിസിനും കൂടുതൽ നല്ലത്. അമ്മയെ ഇപ്പം തന്നെ വിളിച്ചോണ്ട് പോയേക്കാം. താങ്ക് യു ഫോർ ഓൾ ദ ബെസ്റ്റ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ബട്ട് വെൽ, ഇത്രയൊക്കെ എടുക്കണോ? ഞാൻ കുറച്ചു ദിവസം അവിടെ നിൽക്കാം. എന്തിനാ അമ്മേ? എന്തിനെന്നോ ആലോചിച്ച അറിയില്ലേ? ആരും വേണ്ട എന്നല്ലേ സതി? മനസ്സ് നൊന്താ അങ്ങനെ ചില വിവരക്കേട് ആരും പറയും. അതുകൊണ്ടെന്താ? നല്ല ബുദ്ധി എന്നെങ്കിലും തോന്നും എന്നും അമ്മയ്ക്ക് വിചാരം കാണും. എന്താ സംശയം? ഉവ്വെന്നാണ് പറഞ്ഞത്. നിന്റെ മനസ്സും എനിക്കറിയാം. വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആയിന്ന് വെച്ച് ഞാൻ തന്നെയല്ലേ നിന്നെ പ്രസവിച്ചത്? അവനവന്റെ കാര്യം നോക്കി ഇവിടെ ഇരുന്നാ മതി. ദേഷ്യവും സങ്കടവും ഒന്നും വേണ്ട, ആരോടും ഒന്നിനും. അവളെ പോലെയുള്ളവര്
ഈ ഭൂമിയിലേറെയൊന്നും കാണില്ല. പിന്നെ ഏതാകാശത്താ മോനെ മഴക്കാറ് കയറാത്തത്? പെണ്ണായി പിറന്നാലത്തെ നരകം നീ എന്തറിഞ്ഞു അല്ലേ? ഇരിക്കൂ അച്ഛാ. അച്ഛാ വേണ്ടെന്ന് പറഞ്ഞല്ലേ? ഉറങ്ങണ്ടേ? വേണ്ട, നിങ്ങൾ ഈ മുറിയിൽ ആവശ്യമില്ല. ദയവ് ചെയ്ത്. എന്റെ ഡ്യൂട്ടി. അയ്യോ, അച്ഛാ മതി അച്ഛാ, മതി. ഉറങ്ങും അച്ഛാ. യുവർ ഓണർ, ഈ നിൽക്കുന്നത് നിയമം അറിയാത്ത ഒരാളല്ല, പ്രസിദ്ധനായ ഒരു നിയമപണ്ഡിതനാണ്. ദുരുദ്ദേശത്തോടുകൂടി സ്വന്തം മകനെ കൊല ചെയ്തിരിക്കുന്നു, അതും ആസൂത്രിതമായി. യുവർ ഓണർ, കുറ്റം തെളിഞ്ഞിട്ടില്ല, തെളിയിക്കാൻ കഴിയില്ല. കാരണം പ്രതി കുറ്റം ചെയ്തിട്ടില്ല. പ്രസിദ്ധനും മാന്യനുമായ ഒരാളിൽ, അതും ഒരു ന്യായാധിപനിൽ, കുറ്റവാസന എങ്ങനെ ഉണ്ടാകും? പ്രതിയുടെ മൗനം തന്നെ അപരാധത്തിന് തെളിവാണ്. നോ യുവർ ഓണർ, ബഹുമാനപ്പെട്ട കോടതിയിലും ദൈവത്തിലുമുള്ള വിശ്വാസം മാത്രമാണ് ഈ മൗനത്തിന് കാരണം. കൊലയ്ക്ക് ഒരു പ്രേരണയും കണ്ടുകിട്ടാനില്ല. പൊള്ളയായ അന്തസ്സിന്റെ പരിപാലനമാണ് കൊലയുടെ ഉദ്ദേശം. കുട്ടി മന്ദബുദ്ധിയാണെന്ന് കണ്ടതോടെ പ്രതിയുടെ അഹന്തയ്ക്ക് മുറിവേറ്റു. അന്ന് തുടങ്ങിയതാണ് കുട്ടിയെ കൊല്ലാനുള്ള ശ്രമം. മന്ദബുദ്ധിയായ ഒരു കുട്ടിയെ കൊല്ലാൻ ഇത്രയും കാലത്തെ തയ്യാറെടുപ്പ് വേണോ? അതല്ല സത്യം. കുട്ടിയെ ചികിത്സിക്കാനും പരിപാലിക്കാനുമാണ് ഇത്രയും കാലം പ്രതി യത്നിച്ചത്. അല്ല, കുട്ടിക്കല്പം വിഷം കൊടുത്ത് ഈ നരകം അവസാനിപ്പിക്കാമോ എന്ന് പ്രതി ചില ഡോക്ടർമാരോട് ചോദിച്ചിട്ടുണ്ട്. ഇത് വളരെ ക്രൂരമാണ് യുവർ ഓണർ. എത്രയോ ഡോക്ടർമാരെയും സ്പെഷ്യലിസ്റ്റുകളെയും കൺസൾട്ട് ചെയ്ത് അവർ നിർദ്ദേശിച്ച ഔഷധങ്ങളെല്ലാം കൃത്യമായി ഒരു നേരം പോലും മുടങ്ങാതെ കൊടുക്കുകയാണ് പ്രതി ചെയ്തിട്ടുള്ളത്. കുട്ടിയെ ബന്ധുക്കളെയോ ആതുരാലയങ്ങളെയോ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ ഏൽപ്പിക്കാമായിരുന്നു. അതല്ല ചെയ്തത്, കുട്ടിയെ കൊന്നുകളഞ്ഞു. താൻ തന്നെ സംരക്ഷിക്കാൻ തീരുമാനിച്ചതാണോ കുറ്റം? കൈയൊഴിയുന്നതിലാണോ സ്നേഹം? സ്നേഹമെന്ന് പറയുന്നത് ഉള്ളംകൈയിലെടുത്ത് പ്രദർശിപ്പിക്കാനുള്ളതാണോ? കൊല്ലാനായി ഇത്തരത്തിലൊരു കുട്ടിയെ പ്രതി കൽപ്പിച്ചു കുട്ടി ജനിപ്പിച്ചു എന്ന് ഈ പ്രോസിക്യൂഷൻ വാദിക്കാത്ത ഭാഗ്യം. ആരോഗ്യമുള്ള ഒരാൾ യാതൊരു കാരണവും കൂടാതെ പെട്ടെന്ന് മരിച്ചു എന്നാണോ ഡിഫൻസ്? യുവർ ഓണർ, മരണത്തിന് ഔചിത്യബോധമില്ല എന്ന് തന്നെയാണ് എൻ്റെ വാദം. പ്രത്യേകിച്ചും മന്ദബുദ്ധികളായ ഇത്തരം പിറവികൾ പൊടുന്നനെ ലോകത്തോട് വിട പറയാം എന്ന് വൈദ്യശാസ്ത്രം സമ്മതിക്കുന്നുണ്ട്. യുവർ ഓണർ, പ്രതി കൊല ആസൂത്രണം ചെയ്ത രീതിയും ശ്രദ്ധേയമാണ്. പ്രതിയുടെ മനസ്സ് നീചമാണ്. മകനെ പോലെ എന്ന നാട്യത്തിൽ വളർത്തിയ അനൂപ് കുമാറിനെ ആരും സംശയിക്കാനിടയുള്ള സാഹചര്യങ്ങൾ പ്രതി ഒരുക്കി. പ്രതി അസൽ സാഡിസ്റ്റാണ്. മകളുടെ ഭാവി തല്ലിയുടയ്ക്കാനും ഒരു മടിയുമില്ല. സന്തോഷമേ ഉള്ളൂ. അങ്ങനെയല്ല യുവർ ഓണർ. തൻ്റെ മരണത്തിന് മുമ്പായി മകളെ അനൂപ് കുമാറിനെ ഏൽപ്പിച്ച് അവരുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. മകൾക്ക് അനുജനോട് മാതൃതുല്യമായ വാത്സല്യമുണ്ടായി എന്നത് ഇക്കാര്യത്തിൽ തടസ്സമായി. ശരിയാണ്. അനുജനു വേണ്ടി അവൾ സ്വന്തം സുഖം ഉപേക്ഷിക്കാൻ കൂടി തയ്യാറായിരുന്നു എന്നതും സത്യമാണ്. അനൂപ് കുമാറിന്റെ ഉയർച്ചയ്ക്ക് താനും അനുജനും ഒരു തടസ്സമാകരുത് എന്ന് അവൾക്ക് നിർബന്ധമായിരുന്നു. അതും നേരാണ്. എന്നുവെച്ച്
ഇത്തരം ക്രൂരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല. കൊല നടത്തിയ ദിവസം പ്രതി കുട്ടിക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തു. അത് അന്ന് ആദ്യവുമായിരുന്നു. എന്തൊരു സ്നേഹം! അത് കൊള്ളാം. ഒരു അച്ഛൻ പതിവില്ലാത്ത വിധം ഒരു ദിവസം മക്കൾക്ക് കളിപ്പാട്ടങ്ങളോ ചോക്ലേറ്റോ വാങ്ങിച്ചു കൊടുത്താൽ അതിനർത്ഥം അന്നവരെ കൊല്ലുമെന്നാണോ? റിഡിക്കുലസ്. പ്രതി കരുതിക്കൂട്ടി വാങ്ങിയ ടേബിൾ ലാമ്പിന്റെ വയറും പ്ലഗും ഉപയോഗിച്ച് ഷോക്കേൽപ്പിച്ചാണ് കുട്ടിയെ കൊന്നത്, യുവർ ഓണർ. സ്റ്റോർ മുറിയുടെ ലോഫ്റ്റിൽ ആ വയറും പ്ലഗും ഒളിപ്പിച്ചു വെക്കുകയാണ് ഉണ്ടായത്, യുവർ ഓണർ. വീട്ടിൽ വെറുതെ കിടക്കുന്ന വയറും പ്ലഗും കൊലയായുധങ്ങളാണെങ്കിൽ ഏത് വീട്ടിലാണ് കൊലയാളികൾ ഇല്ലാത്തത്? ഇത് ബാലിശമാണ്. എല്ലാം കൊണ്ടും പ്രതി കനത്തതും മാതൃകാപരവുമായ ശിക്ഷ അർഹിക്കുന്നു. വസ്തുതകൾ അറിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് പ്രതിയോട് സഹതാപമേ തോന്നും. 1.5 കൊല്ലമായില്ല പ്രതിയുടെ ഭാര്യ ക്യാൻസർ പിടിപെട്ട് മരിച്ചിട്ട്. സ്വയം ഹൃദ്രോഗി. മകൾക്കാകെ താങ്ങായുള്ള മരുമകനെ അവൾ സംശയിക്കുന്നു, വെറുക്കുന്നു. മരിച്ചു കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിച്ചാവാം പ്രതിയുടെ മൗനം. യുവർ ഓണർ, ഇദ്ദേഹത്തെ ശിക്ഷിക്കുന്നത് വാർദ്ധക്യത്തോടും പിതൃത്വത്തോടും നിഷ്കളങ്കതയോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. ഹാജരാക്കപ്പെട്ട തെളിവുകളും മൊഴികളും വാദങ്ങളും വിശദമായി പരിശോധിച്ചതിൽ പ്രതി കുറ്റം ചെയ്തു എന്നതിന് സംശയരഹിതങ്ങളായ തെളിവുകൾ ഇല്ലാത്തതിനാൽ പ്രതിയെ നിരുപാധികം വിട്ടയക്കുന്നു. സർവസമുന്നതമായ മേൽക്കോടതിയിൽ അറിവിനും വിചാരണയ്ക്കും വിധിക്കും ദയവിനുമായി സമർപ്പിക്കുന്ന സങ്കടഹർജി. കീഴ്ക്കോടതികളിൽ ന്യായം നടപ്പിലായി കിട്ടാത്തത് കൊണ്ട് ഈ സങ്കടഹർജി ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു. പ്രതി കുറ്റക്കാരനല്ല എന്ന് വിധിയുണ്ടായ സ്ഥിതിക്ക് സംശയങ്ങളുണ്ട്, സങ്കടങ്ങളും. പ്രതി കുറ്റമേൽക്കുകയാണോ? സത്യത്തിൽ അതെ മിലോഡ്. ആത്മഹത്യ ആഗ്രഹിക്കുന്നവരുടെ അഭയസ്ഥാനമായി കൂടാ ബഹുമാനപ്പെട്ട ഈ കോടതി. ആത്മഹത്യക്ക് ആർക്കും ഒരു കോടതിയുടെയും തുണ വേണ്ട. പ്രശ്നം അതല്ല. എനിക്ക് പുനഃസൃഷ്ടിക്കാൻ കഴിയാത്തതിനെ ഞാൻ നശിപ്പിച്ചു. ഛേ, ജീവിക്കാൻ കെൽപ്പും അർഹതയുമില്ലാത്ത ഒരു പിറവിയായിരുന്നു അത്. കളവറിക്കാൻ ധൈര്യമില്ലാത്തവൻ കൃഷിക്കാരനല്ല. ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ല അല്ലേ?
ചുമതല നിറവേറ്റുന്നത് കുറ്റമല്ല. ആണെങ്കിൽ തന്നെ അതിനനുഭവിക്കുന്ന മനോവേദന മതിയായ ശിക്ഷയുമാണ്. പക്ഷേ കണക്കുകൾ പിഴച്ചില്ലേ? സതി, അനൂപ്, എൻ്റെ പെങ്ങൾ ചെയ്തതെന്തെന്ന് അവരോട് തുറന്നു പറയരുതോ? പറഞ്ഞിട്ട് വിശ്വസിക്കണ്ടേ? വിശ്വസിക്കുന്ന രീതിയിൽ പറയാഞ്ഞിട്ടല്ലേ? സ്വന്തം പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ? അല്ല അല്ല, ഒരു നിമിഷം. ഒന്നും അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഞാനൊരു നിയമജ്ഞനാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ വേണ്ടത്ര അറിവ് ഒരു ന്യായാധിപൻ എന്ന നിലയ്ക്ക് ഞാൻ കൽപ്പിച്ച മറ്റ് വിധികളെപ്പറ്റി ഇപ്പോ സംശയവും ഭയവും തോന്നുന്നു. തോന്നലുകളുടെ കാറ്റിലാടിയാൽ ശരി തെറ്റാകും, തെറ്റ് ശരിയുമാകും. ശരി എന്ന് തോന്നി ചെയ്ത തെറ്റിന് തെറ്റെന്നിപ്പോൾ തോന്നുന്നത് നാളെ ശരിയായിക്കൂടെ? കേസ് തീയതി നിശ്ചയിക്കാതെ നീട്ടിവെക്കുന്നതല്ലേ ഉചിതം? ഹൃദ്രോഗിയായ പ്രതിക്ക് ഭൂമിയിൽ ഇനി ഏറെ സമയമില്ല. കാലതാമസത്തെക്കാൾ വലിയ നീതി നിഷേധം എന്തുണ്ട്? ജനന മരണങ്ങൾക്കിടയിലെ സമയപരിമിതികൾ അന്തിമനീതിക്ക് തടസ്സമായിക്കൂടാ. പ്രതിക്ക് മാപ്പ് ആർ കൊടുക്കും? മരിച്ച മകൻ മാപ്പ് കൊടുത്താലല്ലേ സങ്കടത്തിന് നിവാരണമാകൂ. അതിന് ആത്മഹത്യ വിധിക്കുന്നതായിരിക്കും നീതി. പക്ഷേ മകളെ രക്ഷിക്കാൻ ആളെ കാണാതെ പ്രതി ഇല്ലാതാകുന്നത് ശരിയാണോ? ഇത് കോടതിയിൽ തീർക്കാവുന്ന കാര്യമല്ല. സർവോന്നതമായ ഈ കോടതിയിൽ എന്തിനും തീർപ്പുണ്ടായേ തീരൂ. ഉണ്ടാകണം. കാരണം ഇപ്പോൾ ആർക്കും ആരിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാനില്ല. പക്ഷേ വാദങ്ങൾ ഇനിയും വേണ്ടിയിരിക്കുന്നു. അതെ, ഏത് പരിതസ്ഥിതിയിലായാലും കൊലയ്ക്ക് ആർക്കെന്ത് അധികാരം അല്ലെങ്കിൽ ശിക്ഷ എന്ന് തീരുമാനമാകണം. യെസ് മിലോഡ്. എല്ലാം ആദ്യം മുതൽ കണിശമായി ആലോചിച്ച് ന്യായം നോക്കിയാൽ യാഥാർത്ഥ്യബോധം മുൻനിർത്തി സത്യം പറയുകയാണെങ്കിൽ നമുക്ക് യോജിപ്പിലെത്താൻ കഴിയില്ല എന്നിരിക്കെ ഞാൻ അല്ല മറ്റുള്ളവർ അല്ല, തീരെ ഉറങ്ങിയില്ലേ? എന്ത് കടലാസാ? കോടതി കടലാസാണെങ്കിൽ കളയാതെ സൂക്ഷിക്കണം. ഇത് എല്ലാം സതിയെ ഏൽപ്പിക്കാം. ശരിയാണ്. പക്ഷേ എന്തേ? ഒന്നുമില്ല. നേരം പുലർന്നു. ഒരു പോള കണ്ണടയ്ക്കാതെ ഇനി അത്ര ദൂരം കാർ ഓടിക്കണ്ടേ? മോളെ, കുളിച്ചു വല്ലതും കഴിക്കേ. ഇങ്ങനെ എത്ര ദിവസം? ഞാനും ഇവിടെ ഇല്ലേ? എന്തിനാ? ആരോടായി വാശി? വല്ലതും കഴിച്ചിട്ട് നേരത്തോട് നേരായി. ഈശ്വരന്മാരെ, തോറ്റു. എന്നാ പോരെ? ധർമ്മശാസ്താവേ, രക്ഷിക്കണേ.
അമ്മാവൻ അവസാനമായി എഴുതി വെച്ച കടലാസുകളായതിൽ. ഞാൻ രാവിലെ പോകും. ഇതൊന്ന് വായിച്ചു നോക്കൂ. പക്ഷേ വേറെ ആരും കാണണ്ട. വല്ല ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാവുമ്പോൾ വിളിക്കൂ. എപ്പോഴായാലും എന്നായാലും എന്തിനായാലും ഞാൻ വരും. എന്നിട്ട് സൂക്ഷിച്ചു പോണം. അമ്മ ഇവിടെ വേറെ ആരാ ഉള്ളത്? അമ്മാവൻ യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ